welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയുടെ അടിപൊളി ചാലഞ്ച് Escape from the Room challenge. ഇന്ന് നമ്മളെ ഈ റൂമിന്റെ ഉള്ളിൽ കാത്തിരിക്കുന്നത് ഒരുപാട് മിസ്റ്ററികളാണ്, ഒരുപാട് നിഗൂഢമായ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന റൂമാണ് ഇപ്പൊ സല്ലുവിന്റെ റൂമായിട്ടുള്ള ഈ റൂം. അതെ, നമുക്ക് ഈ റൂമിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കും. അപ്പൊ നിങ്ങൾ റൂമിലേക്ക് കയറാതിരുന്നാ പോയത്. പക്ഷെ ഞങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ റൂമിന്റെ ഉള്ളിൽ കയറി അതിന്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ടാസ്കുകളൊക്കെ തീർത്ത് പുറത്ത് വരിക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ റൂമിനുള്ളിൽ നമുക്ക് അറിയാത്ത, ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത എന്തൊക്കെയോ സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ റൂമിന്റെ ഉള്ളിൽ കയറിയതാണ്. സമയം ഇപ്പൊ രാത്രി 7 മണി. ആ റൂമിൽ നിന്ന് പുറത്ത് വരുന്നു, ഭ്രാന്തായി നടക്കുന്നു. പിന്നെ എത്തുമ്പോഴും കിട്ടുന്നില്ല. എന്നിട്ട് വീണ്ടും കയറുന്നു, കുറെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇത്രയും സമയം എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമായിരിക്കില്ലല്ലോ. അപ്പോ അത്രയും കടമ്പകൾ ഉണ്ടാവും. അപ്പോൾ ഈ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഓരോരുത്തരായിട്ടായിരിക്കും ഈ റൂമിന്റെ ഉള്ളിൽ പോവുക. ഓരോരുത്തർ പോയിട്ട് ആരാണോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ടൈമിൽ തിരിച്ചിറങ്ങുന്നത് അവരായിരിക്കും ഈ ചലഞ്ചിൽ വിന്നർ. ലോട്ടെടുത്ത് തീരുമാനിക്കുക ആദ്യം ആരാണ് റൂമിൽ കയറേണ്ടത്. ഞാൻ അവര് തനിക്ക് നല്ല പേടിയാവും. രണ്ടെണ്ണുണ്ട്. ഏതെടുക്കണ്ടേ? ഇത്. അയ്യോ, ഇങ്ങനത്തെ ടാസ്കിനൊക്കെ ഫസ്റ്റ് ശ്രീ പോയിക്കോട്ടെ, അതാ നല്ലത്. ഇവരാരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഏകദേശം എത്ര ടൈം എടുക്കുന്നൊക്കെ വെച്ച് എനിക്ക് പ്രിപ്പയർഡ് ആവാൻ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശ്രീ റൂമിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ഈ പരിസരത്തെ ഉണ്ടാവരുത്. ഓക്കെ, എന്നാ താഴോട്ട് പോയിക്കാം. അല്ലെങ്കിൽ ശരിക്കും പേടിയുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യണ്ടേ? സല്ല് വരെ റൂമിലേക്ക് വരുന്നില്ല. എന്റെ ഫോൺ സ്റ്റാൻഡിൽ ഇട്ടിട്ട് അതേ തന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാനല്ലേ. എല്ലാം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ പോട്ടെ. ഡോർ ലോക്ക് ചെയ്തോ? ഇതാണ് ഇവിടെ കാണുന്നത്. എൻ്റെ അമ്മേ, സമയം പോണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യണ്ടേ? റിലീസ് മീ. ഇതെന്താ? ഫൈൻഡ് 3 ഹിഡൻ ബുക്സ് ആൻഡ് ഗെറ്റ് മൈ നമ്പർ ടു റിലീസ് മീ. ഓ, ഇത് നമ്പർ ലോക്ക്. ഫൈൻഡ് 3 ഹിഡൻ ബുക്സ് ആൻഡ് ഗെറ്റ് മൈ നമ്പർ ടു റിലീസ് മീ. അപ്പോൾ ഇതിനെ ഫസ്റ്റ് റിലീസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക്. അതിന് ഇവിടെ ഏതൊക്കെയോ ഹിഡൻ ബുക്സ് ഉണ്ട്. അത് ഞാൻ തപ്പി പിടിച്ചാൽ അതിനെ റിലീസ് ചെയ്യാനുള്ള നമ്പർ ലോക്കിലെ നമ്പർ കിട്ടും. ഇവിടെ നിന്ന് കിട്ടും. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 3 ഹിഡൻ ബുക്സ് അല്ലേ? ബുക്ക് ഇതൊക്കെ നോക്കാം. അയ്യോ, ഹിഡൻ ബുക്സ് ഇതിന്റെ മുകളിൽ എങ്ങനെയുണ്ട്? ഇതിന്റെ മേലെ തന്നെ ഹിഡൻ ബുക്സ് ഉണ്ടോ? ഇത് ഇവിടെ നിന്ന് ആരെ തപ്പി പിടിക്കൂ? ആരെ കൂടി കാണുന്ന സ്ഥലമുള്ളൂ? അതിന്റെയാണ് സാധനം. തന്നെയാണ് ഞാൻ എവിടുന്ന് തപ്പൂ? ഓ, എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്യായിരുന്നു. ഇതൊറ്റയ്ക്കായിട്ട് ഒരു ബുക്ക് കിട്ടി. ഇതുണ്ടോ? കിടക്കണ ഒരു ബുക്ക്. ഈശ്വര, ഇത് തന്നെ 3 നമ്പർ ഉണ്ടാവണേ. എനിക്ക് എന്തൊന്നും മറന്നുപോയി. 3 ഹിഡൻ ബുക്സ്. ഒരു ബുക്ക് കിട്ടി. ഈ ബുക്ക് ഇവിടെ നിൽക്കട്ടെ ഗൈസ്, നമുക്ക് അടുത്ത ബുക്ക് തപ്പാ. ഇനി ഇവിടെ നിന്നാണ് എനിക്കൊരു ബുക്ക് കിട്ടിയത്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഉണ്ടാവും.
തോന്നുന്നുണ്ട്. അയ്യേ, അത് കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു. Find 3 hidden books തന്നെയല്ലേ നമ്പർ. പക്ഷെ അതിൽ എനിക്ക് നമ്പർ ഇട്ട് ബുക്ക് കിട്ടിയാൽ നമ്പർ കിട്ടണ്ടേ? അയ്യോ, നീന്റെ അടിയിലെങ്ങാനുണ്ടോ? ഇതേ വഴിയുള്ള കൈസ്. ഈ ക്യാമറ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി തപ്പാൻ പോവാണ്. അടുത്ത ബുക്ക് കിട്ടി. 2 ബുക്കായി. ഇനി ഒറ്റ ബുക്കും കൂടെ കിട്ടിയാൽ മതി. ടേബിളിന്റെ അടിയിലില്ല. ഒരു ബുക്കും കൂടെ കിട്ടി. ഇതുണ്ടോ ലാസ്റ്റ് കിട്ടിയ ബുക്ക് ഇതാണ്. ഈ 3 ബുക്കാണ്. ഇപ്പൊ ഇതിലെന്താ ഇതിലെന്താ സാധനം? എന്തിനാ പോയ പേപ്പർ വല്ലതുമായിരിക്കും. നമ്പർ കിട്ടാനാണ്. അപ്പോൾ ഒന്നെങ്കിൽ പേപ്പർ എന്തെങ്കിലും ഉണ്ടാവും, അതല്ലെങ്കിൽ മാർക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇതിൽ രണ്ടിൽ എന്തെങ്കിലും ഒന്നായിരിക്കും ഗൈസ്. ഇതെന്താ കിട്ടത്? അപ്പൊ 0. അപ്പൊ ഒരു നമ്പർ 0 ആണ്. കിട്ടി. ഈ 0 എവിടെ അടിച്ചു കൊടുക്കണ്ടേ? ഇതുണ്ടോ ഈ 0 മാത്രമേ ഉള്ളൂ. ഇത് എവിടെ, എന്ത് തുടക്കത്തിലാണോ ഒടുക്കത്തിലാണോ അതൊരു ഐഡിയ ഇല്ല. പക്ഷെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങനെ നമുക്ക് ഈ ബുക്കും കൂടെ നോക്കാം. ഇല്ല ഗൈസ്, ഇത്രയും പേജിലും ഇല്ല. ഇനി നമുക്ക് ഇത്രയും നോക്കാം. കിട്ടി കിട്ടി. ഒരു മാർക്കല്ലേ ആ കണ്ടത്? യെസ് ഗൈസ്, ദാ 3 3 3 എന്ന് വെച്ചാൽ 0യും 3യും ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. കിട്ടി. ദാ 7. ഒന്നെന്ന് എനിക്ക് 0 3 7 അങ്ങനെ കിട്ടിയത്. അപ്പം ഇതിപ്പോൾ എന്താ കിട്ടിയ ഓർഡർ അല്ലല്ലോ. 0 3 7 0 3 7 പല പല ഓർഡറിൽ ഞാൻ പഠിച്ചു നോക്കേണ്ടി വരും അല്ലേ? ഇതില്ല 0 3 7. പക്ഷെ ഇതിൽ 4 ഉണ്ടല്ലോ. 3 ഹിഡൻ ബുക്സ്. ഇതിന് വേറെ നമ്പർ ഒന്നും ഇല്ലല്ലോ. ഒന്നും കൂടെ നോക്കണം ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ 3 നമ്പേഴ്സ് എനിക്ക് കിട്ടിയത്, പക്ഷെ 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ബുക്കിൽ ഒന്നും കൂടെ ഉണ്ടാവും. സീറോ ഗൈസ്. ഈ റാബിറ്റിൻ്റെ ബുക്കിൽ ഒരു 0യും കൂടി ഉണ്ട്. ഈ ഒരു 0 കിട്ടി. അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്ക് കിട്ടിയത് 2 0 കിട്ടിയിട്ടുണ്ട്. ഒരു 7 ഒരു 3യും ആണ് കിട്ടിയത്. ഇതിപ്പോൾ ആ ലോക്കിൽ പോയി അടിച്ചാൽ ഏതൊക്കെ ഇതിൻ്റെ പോസിബിലിറ്റീസ് ഞാൻ എഴുതേണ്ടി വരും. അപ്പോൾ 3 7 0 വരും, 3 0 7 0 വരും, പിന്നെ 7 0 3 0 വരും, പിന്നെ 0 0 7 3 വരും, 0 0. അയ്യോ, ഇത് ഒരുപാട് പോസിബിലിറ്റി ഉണ്ടല്ലോ. 3 7 വരും, പിന്നെ 3 7 0 0 വരും, 7 3 0 0 വരും. ചെല്ലുള്ള ടാസ്ക് അല്ല കേട്ടോ അത്. ഇത് കണ്ടതൊക്കെ ഞാൻ ഇനി പോയി അടിച്ചു നോക്കണം. നമുക്ക് നോക്കാം ഗൈസ്. ഫസ്റ്റ് 0 0 7 3. അതിൽ ഒരു 0 ഇവിടെ എത്തി. 0 0. അയ്യോ, കുറച്ച് മെനക്കെടാണ്. ഇല്ല, ഇത് കിട്ടൂല. 0 0 7 3 3 7 0 0 3 7 3 7 0 0. അതുമല്ല, 3 0 അതുമല്ല. റിലീസ് മീ. കിട്ടി. ഇനി റിലീസ് ചെയ്തിട്ട് റിലീസ്
റിലീസ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഗൈസ് ഇതെന്താണിത്? ഇതിൻ്റെ മുകളിലൊന്നുമില്ല ഗൈസ്. ആ ഒരു ലെറ്റർ കിട്ടി. ലെറ്റർ സോൾവ് ദ പസിൽ. എനിക്ക് എപ്പോഴേ തോന്നി ഇത് ആദ്യമേ ചെയ്ത് വെച്ചിരുന്നത് എൻ്റെ എപ്പോഴത്തെ സമയം ലാവായാലും. എപ്പോഴേ തോന്നിയിരുന്നു ഗൈസ് ഇത് സോൾവ് ചെയ്യേണ്ടി വരുന്നു. പ്ലാന്റ് പ്ലാന്റ് എന്ന് എഴുതിയുണ്ട്. പ്ലാന്റ് ഇനി ഇങ്ങനത്തെ ഓരോന്നിനും. ഓ ഇത് ഈ പസിലിന്റെ ഓർഡറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. കെ കെ എ കെ അല്ല ഇ കെ എ കെ. പ്ലാന്റ് കിട്ടി. ഇത് ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്യുന്നതായിരുന്നു. നമുക്ക് ആദ്യം ഈ ലെറ്റേഴ്സ് ഉള്ള ആ പസിൽസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫ്രം 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 ഇതിങ്ങനെ പോയി ശരിയാവും തോന്നില്ല ഗൈസ്. ഇതെന്തായാലും സോൾവ് ചെയ്യേണ്ടി വരും. പ്ലാന്റ് എങ്ങനെ ഇരിക്കും? പ്ലാന്റ് ആ ഫ്രം ഉണ്ടായിരുന്നു ഇതില്. അപ്പോൾ ഗൈസ് ഇതിൽ കീ കിട്ടി. പിന്നെ ഇതാ ടേക്ക് എന്നുള്ളത് എന്തായാലും ഇത് ടേക്ക് തന്നെയാണ്. ഇത് കണ്ടോ ഇതിൽ വരുന്നത് ടേക്ക് ദ കിട്ടി. എനിക്ക് പ്ലാന്റ് നേരത്തെ കിട്ടി. ഇതിൽ കീന്നുണ്ട്. അപ്പോൾ ടേക്ക് ദ ഈ ഒരു ഒറ്റ പ്ലാന്റാണ് ഗൈസ് ഇവിടെ ഉള്ളത്. നമുക്ക് വെറുതെ ഒന്ന് ഇത് തപ്പി നോക്കാം ഗൈസ്. ചിലപ്പോൾ എനിക്ക് ആ പസിൽ സോൾവ് ചെയ്യുന്നതിൽ ഈസി ആയിട്ട് ചിലപ്പോൾ എനിക്ക് ഇതൊന്ന് കീ കിട്ടിയാലോ. കിട്ടി കിട്ടി ഗൈസ് ഒരു കീ. ഹോയ് എനിക്ക് കിട്ടി. ഇതിനിപ്പോൾ എന്തിൻ്റെ അടുത്ത എല്ലാ സാധനങ്ങളും ലോക്കാണ്. നമുക്ക് ഇതൊന്ന് ഫസ്റ്റ് തുറന്ന് നോക്കാം. കിട്ടി കിട്ടി. ഇത് തുറന്ന് ഞാൻ ആക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ട്. ഇതെന്താ? കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതെന്താ പേപ്പേഴ്സ്? ഇതിൻ്റെ ഉള്ളിൽ വേറെന്താ ഉണ്ടോ? പേപ്പർ മാത്രമേ ഉള്ളൂ. ഈ പേപ്പർ എന്ത് എഴുതിയുണ്ടോ? ഈ പേപ്പർ പീസസ് മാത്രമാണ്. ഇനി ഇതെന്തെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കും. ഒന്ന് നോക്കിയോട്ടെ. കെ ഐ ഇത് ഐ തന്നെ ആയിരിക്കും. എച്ച് ഇതെന്താ? അതല്ല കീ ഞാൻ സെറ്റാക്കി. കീ ഓക്കെയാണ്. ആ കീ എവിടെ നിന്നോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. എസ് ഐ ഓക്കെയാണ് തോന്നുന്നു. സെറ്റ് അത് വരില്ല. സാബ് വരില്ല. സാബ് ഇത് കിട്ടിയാലാണ് എനിക്കിനി ബാക്കി ചെയ്യാൻ പറ്റും. അത് കൊള്ളാലോ. SHIRT ഷർട്ട്. അപ്പം ഇത് ഷർട്ട്. ഓക്കെ ഇതെന്താ? ഷർട്ട് കീ. ഷർട്ട് കീയോ? ഞാൻ അവിടെ കൊണ്ടുവിടും. നിസ ഷർട്ട് കീയോ? എന്താണിത്? ഷർട്ട് എന്തായാലും ഇവിടെ ഇല്ല. ട്രാഷ് SH അല്ലേ? SH. ട്രാഷ് സിൻ ഇൻ കീ ഈസ് ഇൻ. കീ ഈസ് അതന്നെ. കീ ഈസ് ഇൻ ട്രാഷ്. കിട്ടി കീ ഈസ് ഇൻ ട്രാഷ്. ഇത് തപ്പണ്ടി വരും. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഇവിടെ പരിഹരിച്ച് പെറുക്കണം ഗൈസ്. കീ ഈസ് ഇൻ ട്രാഷ്. കിട്ടി ഗൈസ്. അടുത്ത കീ കിട്ടി. ഈ കീക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഈ കീ വെച്ചിട്ട് ഇത് ഞാൻ തുറന്ന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതന്നെ ഇതന്നെ.
ഇതിന്റെ ഉള്ളിൽ ഇത് എന്തൊക്കെയോ എന്താ ഇത് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ പേപ്പർ മേക്ക് എ പിരമിഡ് ഫിനിഷ് ആൻഡ് കോൾ മീ ഫോർ നെക്സ്റ്റ് ക്ലൂ സെറ്റ് സെറ്റ് മതി. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സല്ലുവിനെ വിളിച്ചാല് അവൻ എനിക്ക് അടുത്ത ക്ലൂ തരും ഗൈസ്. മനസ്സിലായി? ഇത് വെച്ചിട്ട് ഞാൻ പിരമിഡ് ഉണ്ടാക്കണം. അതെനിക്ക് ഫാസ്റ്റ് കൂട്ടി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പിരമിഡ് ഉണ്ടാക്കാം ഗൈസ്. ഇനി ഒട്ടും സമയം കളയല്ല. പിരമിഡ് ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ലല്ലോ, ഞാൻ നിലത്തുണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. നമുക്ക് വേഗം പിരമിഡ് ഉണ്ടാക്കാം. ഞാനത് ഇത്രയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് കഴിഞ്ഞ് ദേ കൃത്യ പിരമിഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സല്ലുവിനെ വിളിക്കാം ഗൈസ്. നമുക്ക് കോൾ ചെയ്യാം. കിട്ടി? ഹലോ ഹലോ, ഞാൻ പസിലുണ്ടാക്കി. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അടുത്ത ക്ലൂ ആ അവിടെ ഒരു പേപ്പറും പെന്നുണ്ടാവും. ഉണ്ട്. എഴുതിക്കോ. ആ പറഞ്ഞോ. രാജുവിന്റെ സഹോദരിയാണ് രാധ. അയ്യോ കണക്ക് വല്ല വേണോ? രാജുവിന്റെ സഹോദരിയാണ് രാധ. രാധ. ആ രാജുവിന്റെ പിതാവാണ് രാമു. രാജുവിന്റെ പിതാവാണ് രാമു. ആ രാമുവിന്റെ അമ്മയാണ് രമണി. രാമുവിന്റെ അമ്മയാണ് രമണി അല്ലേ? എങ്കിൽ ആ രമണിയുടെ ആരാണ് രാധ? ഇവിടെ ആരാണ് രാധ. ഇതിനുള്ള ആൻസർ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചാൽ അടുത്ത ടാസ്ക് പറഞ്ഞു. ആൻസർ ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ പറഞ്ഞോ. മകള്. അല്ല, ഞാൻ ആൻസർ കണ്ടുപിടിച്ചിട്ട് വിളിക്കാം. ഞാൻ വിചാരിച്ചതല്ല. എന്തൊരു കഷ്ടമാണത്. എന്താ ചെയ്യാ? രാജുവിന്റെ സഹോദരിയാണ് രാധ. രാജുവിന്റെ പിതാവാണ് രാമു. രാമുവിന്റെ അമ്മയാണ് രമണി. കൊച്ചുമകളല്ലേ അപ്പോ? ആ അപ്പൊ സല്ലുവിനെ വിളിക്കാം. ഹലോ, കൊച്ചുമകളല്ലേ? അതെ. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അടുത്തത് ബലൂണിന്റെ അടുത്തോട്ട് പോവാ. ആ അവിടെ മതിലിന്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അത് വായിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ ശരി. ഇതെന്താ? ഇത് നേരത്തെ ഞാൻ വായിച്ച ഇൻസ്ട്രക്ഷൻ. ഫോർ 3 balloons. If you don't get the clue, eat 3 lemons and then take 3 more. അയ്യോ, ഇതിന്ന് 3 ബലൂണ് പൊട്ടിച്ചിട്ട് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദ ക്ലൂ ഈറ്റ് 3 lemons. അമ്മേ, ഇതൊന്ന് ഫസ്റ്റ് ഞാൻ പൊട്ടിക്കുന്നതിന് എൻ്റെ ലക്ക് അനുസരിച്ചിരിക്കുമോ? ഒരു ബലൂൺ ഇതിൽ താഴെ വീണ് കിടക്കണ്ട. അതിന് എനിക്ക് ക്ലൂ കിട്ടിയില്ലെങ്കിൽ 3 നാരങ്ങ ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ പൊട്ടിക്കണം. ഇത്രയും ബലൂൺസ് ആണുള്ളത്. നമുക്ക് താഴെ വീണ് കിടക്കുന്നതിന് ഫസ്റ്റ് പൊട്ടിക്കാം. അയ്യോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഏ പോയി കൈയോടെ ചവിട്ടി പൊട്ടിക്കും. ഓ ഇത് ചവിട്ടിട്ട് കിട്ടണോ? പൊട്ടുന്നില്ലല്ലോ. ബ്ലാങ്ക് പേപ്പർ. അയ്യോ, 3 balloons ഇഫ് യു ഡോണ്ട് ഗെറ്റ്. ഒരു ചാൻസ് പോയി ഗൈസ്. ഇതൊന്നും ഞാൻ വളരെ സൂക്ഷിച്ചിട്ട് അടുത്ത് തിരഞ്ഞെടുക്കണം. ഓ ഇത് ചാലഞ്ചിനെക്കാട്ടി ബുദ്ധിമുട്ടാണല്ലോ. ഇതെടുക്കാം. എനിക്ക് പേടിയാണ്. ഇത് പൊട്ടുന്നില്ല. ഇതെന്താ പൊട്ടാത്ത? ഇങ്ങോട്ട് വാ, നമുക്ക് നിലത്തോട്ട് ഓടിക്കാം. അവിടേക്ക് തെറിച്ച്. ദൈവമേ, ഇതിലും ഇല്ല. ഞാൻ 3 ലെമൺ കഴിക്കേണ്ടിട്ടുണ്ട്. സമയവും പോവും. ഇനി ഇതിലോ? ഇതെടുക്കാം നമുക്ക്. ഈശ്വര എടുക്കുമ്പോൾ തന്നെ പൊട്ടണേ. എന്തോന്ന് കിട്ടി. ഓ ഇത് കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയും പോയി ലെമൺ കഴിക്കേണ്ടി വരും. ഇത് കൂടെ കിട്ടി. കിട്ടി, കീ കിട്ടി. ഇത് ഏതിൻ്റെ ഒന്നിൻ്റെ കീ ആണ്. ഈ കീ ഇത് 2 കഴിഞ്ഞ് ഉറപ്പായിട്ട് ഇത് ഇതിൻ്റെ തന്നെ ആയിരിക്കും. ഇവിടെ വേറൊരു സേഫാ. ഇതിൻ്റെ തന്നെ. ഓപ്പൺ മീ.
ഓപ്പൺ മീ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ ഞാൻ എന്താക്കണം? ഇത് ലോക്കാണ്. ഓപ്പൺ മീന്നും ഉണ്ട്. അപ്പോൾ ഒരു കീ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി റൂമിൽ വേറെ എവിടെയെങ്കിലും ആണോ? വേറെ ഏതോ ഒരു കീയും കൂടെ ഉണ്ട് ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. ഒരു കീ എവിടെയോ നീൻ്റെ ഉള്ളിൽ തന്നെയാണോ? അല്ല, എവിടെ കീ? അല്ല, അത് കീ അല്ല, അത് സിബാണ്. ഈ സിബാണ്. ഇനിയിപ്പോ ഞാൻ കീ എവിടെ പോയി തപ്പു? കീ എവിടെയാ? ഒരു കീ ഇത് ഓപ്പൺ മീ പറഞ്ഞിട്ട് എനിക്ക് ബാക്കി എനിക്കും ചിലപ്പോൾ ബാക്കി ഇങ്ങനെയാണെങ്കിലും നോക്കിയോക്കാം. അല്ലാതെ നീ അല്ല, ഈ കീ അല്ല. ഇപ്പൊ എവിടെ തപ്പോ? വെട്ടൊക്കെ ഞാൻ എന്തോ ആക്കിയിട്ടേക്കുന്നു. ഒരു മിനിറ്റ്, ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ ബാറ്റിന്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടോ നോക്കാൻ വന്നതാ. കീ കിട്ടി ഗൈസ്, അടുത്ത കീ കിട്ടി. ഇതുകൊണ്ടെങ്കിൽ എനിക്ക് ഈ റൂമിൽ നിന്ന് കഴിച്ചില്ലാവാൻ പറ്റുമോ നോക്കാം. മിക്കപ്പോ കിട്ടി. അടുത്ത ലെറ്റർ. There is a fruit bowl on the table. Take it. There is a fruit bowl on the table. അയ്യോ, അത് പിരമിഡ് വീണതാ. Take it. എടുത്തു. There is a fruit bowl on the table. Take it. അത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എടുത്തു. ഫ്രൂട്ട് ബൗള് ഇവിടെയൊന്നുമില്ല. നോക്കി ഫ്രൂട്ട് ബൗൾ ഒന്ന് പരിശോധിക്കാം. യെസ് യെസ്, കിട്ടി. ദേ അടുത്തത്. You are not allowed to eat any fruit. എടുത്ത് കഴിച്ചിരുന്ന കഴിഞ്ഞാൽ. If you have already eaten, you will have to take the punishment. If you haven't eaten, you can escape from the room by taking the green card. ഇനിയുണ്ടോ? From inside the mirror. ഓയ്, ഇതെങ്ങാനും ഞാൻ കഴിച്ചിരുന്ന പണിയായാനെ. Inside the mirror. Inside the mirror. മിററിൻ്റെ ഉള്ളിൽ നിന്നാ അതന്നെയല്ലേ? യു ആർ നോട്ട് അലൗഡ്. അതൊക്കെ പോട്ടെ. ബൈ ടേക്കിംഗ് ദ ഗ്രീൻ കാർഡ് ഫ്രം ഇൻസൈഡ് ദ മിറർ. ഗ്രീൻ കാർഡ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ എന്തോ ഇതെങ്ങനെ എടുക്കും ഞാൻ? ഇനിയിപ്പോൾ അത് മിററുണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അതല്ല, ഇതും കൂടെ കഴിഞ്ഞിരുന്നു ഗൈസ്. ഇൻസൈഡ് ദ മിറർ. പിന്നെ ഇപ്പം എങ്ങനെയാ? അടിയിലെങ്ങാനുണ്ടോ? ഇല്ല, നമുക്കൊന്നൊന്ന് മാറ്റിയോ ഗൈസ്. അവസാന ഘട്ടത്തിലെത്തി ഗൈസ്. പക്ഷെ ഈ ഗ്രീൻ കാർഡ് എവിടെ എനിക്ക് കാണില്ലല്ലോ. ഇൻസൈഡ് ദ മിറർ എവിടെ? ഇനിയിപ്പോൾ അതന്നെയാണോ? തന്നെയാണോ? അങ്ങനെയാണോ? കിട്ടൂല കേട്ടോ ഗ്രീൻ കാർഡ്. ഇതങ്ങനെ അവിടെ എത്തിക്കുന്നു. തന്നെയാണ് ഗൈസ്. പക്ഷെ ഇത് ഇതിട്ടിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ഇതടക്കം പോവുമോ? യെസ്, കിട്ടി ഗൈസ്. അതന്നെയായിരുന്നു ഗ്രീൻ കാർഡ്. ആദ്യമേ എനിക്ക് കിട്ടിയതായിരുന്നു. കിട്ടി. എന്നുവെച്ചാൽ എനിക്ക് പുറത്ത് കിടക്കാന്നല്ലേ. ഐ ടേക്കിംഗ് ദ ഗ്രീൻ കാർഡ്. You can escape from the room. അയ്യോ, കിട്ടി ഗൈസ്, കിട്ടി. ഞാൻ കിട്ടി. ഗ്രീൻ കാർഡ്.
ആ ഡോർ ക്ലോസ് ചെയ്യണം. ഡോർ ക്ലോസ് ചെയ്യണോ? ക്ലോസ് ചെയ്ത് വെറും 59 മിനിറ്റും 59 സെക്കൻഡും. ഞാൻ എന്തായിട്ടുള്ളത് ഇത് കിട്ടാൻ എത്ര പാടിട്ടെന്നറിയോ? ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ തമ്മിൽ ഇനി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ ശ്രീ 59 മിനിറ്റും 59 സെക്കൻഡും കൊണ്ടാണ് തീർത്തത്. എനിക്ക് ചിലപ്പോ എനിക്ക് ഫസ്റ്റ് ആയതുകൊണ്ടുള്ള ചിലപ്പോ ഇവര് പെട്ടെന്ന് തീർക്കും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ഒന്നും. ഞങ്ങള് ഫസ്റ്റ് ടൈം അല്ലേ പോണേ. ഓക്കെ, നിങ്ങൾക്ക് വേണം ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ആർക്ക് വേണം പോവാം, അല്ലെങ്കിൽ ലോട്ട് ഇടാം. ആർക്കാ കോൺഫിഡൻസ് ഉള്ളേ? കോൺഫിഡന്റ് ആയിട്ട് പറയേ. ഒന്നും അറിയാ ചൂസ് ചെയ്യും. ഞാൻ പോ. ഷാമി. അതെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി അതിന്റെ ഉള്ളിലത്തെ ടാസ്ക് എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, ക്ഷീണിച്ച്. ടാസ്ക് എങ്ങനെയുണ്ട്? ഗംഭീര ടാസ്കുകളായിരുന്നു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ശ്രീക്ക് ഷാമിന്റെ റൂമിലോട്ട് പോവാം, അഞ്ചിക്ക് താഴോട്ട് പോവാം. അടുത്ത പ്ലെയറിന് വേണ്ടിട്ട് റൂം റിസെറ്റ് ചെയ്യാനുണ്ട്. അതിന് ഇന്നും കൂടെ ഹെൽപ്പിന് വിളിച്ചിട്ട് സല്ലു, കാരണം ഞാനാണത് ഇങ്ങനെയാണ് കിട്ടത്. ഇതങ്ങനെ ഞാൻ എടുത്ത് വിശപ്പോണ്ട് ഇത്ര റൂമിന്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഇതൊക്കെ പിടിച്ചു വലിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, യു ആർ നോട്ട് അലൗഡ് ടു ഈറ്റ് എനിത്തിങ്. എനിക്ക് തോന്നുന്നത് ഈ ഫ്രൂട്ട് ബൗളിന്റെ അടുത്തേക്ക് പോകാൻ പറയുമ്പോൾ ഷാമി ചിലപ്പോൾ എടുത്ത് തന്നു, എനിക്കതാ തോന്നുന്നത്. ഗയ്സ്, എനിക്ക് ക്യാമറ ഒക്കെ തന്നിട്ടുണ്ട്, ഞാൻ റെഡി. ഓക്കെ, റെഡി അല്ലേ? റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡോർ ക്ലോസ് ചെയ്യണം. എനിക്ക് ഇവിടെ എന്താ ചെയ്യണ്ടേ മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഗയ്സ് ഇവിടെ. പസില്, ഫ്രൂട്ട്സ്, എന്തോ സ്മൈലി, ബലൂൺസ്, ടെഡി. ഇതാകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ ഗൈസ്. ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതായിരിക്കും ടാസ്ക് വിചാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യാട്ടോ. ഇവിടെ ഒരു ലെറ്റർ ഒക്കെ ഉണ്ട്. ഫൈൻഡ് 3 ഹിഡൻ ബുക്സ് ആൻഡ് ഗെറ്റ് മൈ നമ്പർ ടു റിലീസ് മീ. ഇവിടെ ഹിഡൻ ആയിട്ടുള്ള അതെങ്ങനെ എനിക്ക് കിട്ടുക? ഹിഡൻ ആയിട്ടുള്ള 3 ബുക്സ് നോക്കാനാണ് ഗൈസ് പറയുന്നത്. അല്ല, അവിടെ ഇല്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. ഫസ്റ്റത്തെ ടാസ്ക് എനിക്ക് തന്നിട്ടുള്ളത് 3 ഹിഡൻ ആയിട്ടുള്ള ബുക്സ് കണ്ടുപിടിക്കാനാണ്. അതിവിടെ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല ഗൈസ്. എനിക്ക് ശ്രീ 59 മിനിറ്റും 59 സെക്കൻഡുമാണ് എടുത്തത്, അതായത് 1 മണിക്കൂറിൻ്റെ അടുത്ത്. അതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. മാക്സിമം പോയ 1/2 മണിക്കൂർ ഗൈസ്, അതിനുള്ളിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഓ, ഈ അലമാരൊക്കെ ലോക്ക്ഡാ. ഓക്കേ, അപ്പൊ നമ്മൾ ഇതിന്റെ ലോക്ക് കണ്ടുപിടിക്കണം. തലയാണ് എൻ്റെ അടിയിൽ. ബെഡ് പൊന്തിച്ചു നോക്കുക ഗൈസ്. ഒരു ബുക്ക് എനിക്ക് കിട്ടി. ഇനി 2 ബുക്കും കൂടെ കിട്ടാനുണ്ട്. അതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഇനി ബുക്സ് ഒന്നും കാണുന്നില്ല, ഒരൊറ്റ ബുക്കേ ഉള്ളൂ. ഇനി 2 ബുക്ക് എനിക്ക് കിട്ടാൻ കേട്ടോ. ഞാൻ അലമാരിൻ്റെ മുകളിൽ ഇല്ല ഗൈസ്, അലമാരിൻ്റെ മുകളിലില്ല. ഈ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോയി നോക്കാം. ഇവിടെ ഇവിടെയും കാണാനില്ല. ഇനി എവിടെ പോയി നോക്കാം. ഞാൻ എന്തായാലും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഗൈസ് അടുത്ത ടാസ്കിലേക്ക് പോകേണ്ടി വരാൻ എനിക്ക് തോന്നുന്നു. എനിക്ക് ആകെ 1 ബുക്കേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2 ബുക്ക് ഇവിടെ എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല ഗൈസ്. ഞാൻ അലമാരിന്റെ മുകളിൽ നോക്കി, ഇതിന്റെ മുകളിൽ നോക്കി, മിററിന്റെ അടുത്ത് നോക്കി, എവിടെ നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല. കിട്ടി ഗൈസ്, 2ാമത്തെ ബുക്ക് കിട്ടി. ഇതിൽ 2ലും എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും. ഇനി 1 കൂടെ കിട്ടാവുള്ളൂ. അതും കൂടെ കിട്ടിയിട്ട് നമുക്ക് അതിന്റെ ക്ലൂ തപ്പാം ഗൈസ്. അലമാരിന്റെ മുകളിലൊന്നും കൂടെ നോക്കട്ടെ. അയ്യോ ഇല്ല, അതിൻ്റെ ഇടയിലൊന്നുമില്ല. എനിക്ക് ഏസിന്റെ മുകളിലുണ്ടാവോ? ഇല്ല, അവിടെ ഇല്ല. ഇനി ഞാൻ എവിടെ തപ്പാ? ഇനി ഷെൽഫിന്റെ അടിയിലുണ്ടാവോ? അയ്യോ ഇല്ല, ഷെൽഫിന്റെ അടിയിലില്ല ഗൈസ്. ഇനി ഈ ബെഡിന്റെ ഇതിന്റെ താഴെ ഒരു ബെഡ് ഉണ്ട് ഗൈസ്, ഇതിന്റെ അടിയിൽ ഉണ്ടാവുമെന്ന് പൊക്കി നോക്കാം. കിട്ടി കിട്ടി ഗൈസ്, ഇവിടെ ഉണ്ട്. 3 ബുക്കും കിട്ടി ഗൈസ്.
ഇനി നമുക്ക് ഇതിലിരുന്ന് തപ്പ എന്താണ് അതിലുള്ള ക്ലൂ ഉള്ളത്. എനിക്ക് മറന്നുപോയി ഗൈസ് ആ ലെറ്ററിൽ എന്താ എഴുതിയെന്ന്. അതെടുത്തത് വായിച്ചോക്കട്ടെ. ഫൈൻഡ് 3 ഹിഡൻ ബുക്സ് ആൻഡ് ഗെറ്റ് മൈ നമ്പർ ടു റിലീസ് മീ. അപ്പൊ ഈ ബുക്കിലായിട്ടായിരിക്കും നമ്പേഴ്സ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ബുക്ക് ഇരുന്ന് തപ്പാം. ഇപ്പൊ എന്താ ഇതിപ്പോ സാധാ ബുക്ക് പോലെ തന്നെ ഉണ്ടല്ലോ, ഒന്നും കാണില്ല ഗൈസ്. ഇവിടെ കണ്ട പോലെ തോന്നി. ഇവിടെ 7 മാർക്ക് ചെയ്ത പോലെ തോന്നി. ഇവിടെ 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 7 7 7. ഇതിൽ 7 മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. ഇനി ഇതിൽ തപ്പി വെക്കാം. 0 7 0. ഇത്ര നമ്പർ കിട്ടും ഇതിൽ എനിക്ക്. അതിനെത്ര ലോക്കിനെത്ര നമ്പർ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. 1 2 3 4 4 നമ്പേഴ്സാണ് വരുന്നത്. അപ്പം എനിക്ക് 4 നമ്പർ കിട്ടണം ഗൈസ്. ഇതിൽ നിന്ന് എനിക്കൊരു നമ്പറേ കിട്ടിയുള്ളൂ, ഇതിൽ നിന്ന് എനിക്കൊരു നമ്പറേ കിട്ടിയുള്ളൂ. ഇനി 2 നമ്പർ ഇതിലുണ്ടോ നോക്കാം. 3 3 3 3. 3 ഇവിടെ സർക്കിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 7 0 7 0 3. ഈ നമ്പർ എനിക്ക് എവിടെയോ മിസ്സായി. അത് ഏത് ബുക്കിലാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ബുക്കിലില്ല. ഇനി ചിലപ്പോൾ ഈ ബുക്ക് തന്നെ ആവാനായിരിക്കും ചാൻസ്. കിട്ടി 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 കിട്ടി. അല്ല 0 0 7 7 0. അയ്യോ 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 7 0 0 3. ഗയ്സ് ദാ ഇവിടെ ഒരു 0 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് 7 0 0 3 ആണ്. അല്ലേ? ഞാൻ കണ്ടുപിടിച്ച നമ്പർ എനിക്ക് മറന്നുപോയി. 0 3. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് 7 കിട്ടിയത്. അപ്പോൾ 7 0 0 3. അത് അടിച്ചു നോക്കാം. ഇതെങ്ങനെയാ 7 അയ്യോ 7 0 0. അയ്യോ 7 0 നീങ്ങുന്നില്ല ഗൈസ്. 0 3. ഇതെങ്ങനെയാ തുറക്കുക? ഇല്ല ഗൈസ് 7 0. ഇനിയിപ്പോൾ 0 0 7 3 ആണോ? 0 നമുക്ക് 0 0 7 3 നോക്കാം. 0 0 7 0 3. ഫസ്റ്റ് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് റിലീസായി. ഇതിനെ റിലീസായി ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലൊരു ലെറ്റർ ഉണ്ട് ഗൈസ്. ഇനി അതെന്താന്ന് നോക്കട്ടെ. സോൾവ് ദ പസിൽ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പസിൽ ഉള്ളത് ഗൈസ്. ഇത് കുറേ സാധനങ്ങളുണ്ട്. ഇനി ഞാൻ ഇത് സോൾവ് ചെയ്യട്ടെ. ഇതിൻ്റെ ഒരു ഫോട്ടോ പോലും ഇവിടെ കാണുന്നില്ലല്ലോ. ഓക്കെ, ഇത് കുറച്ച് ടാസ്ക്കാണ്. വളരെ സമാധാനത്തോടു കൂടി നമുക്കിത് ചെയ്യാം. റെഫറൻസ് ഇത് ഗൈസ്. പടച്ചോനെ പെട്ട് ഇത്ര വലിയ സാധനം നമ്മൾ ചെയ്തെടുക്കണ്ടേ. ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം. ഓക്കെ, ഫ്രം ദ പ്ലാന്റ്. ഇങ്ങനെ 3 എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു പോർഷനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ക്ലൂ കിട്ടുമെന്ന്. ഈ ഒരു പോർഷൻ കിട്ടിയ ഫ്രം ദ പ്ലാന്റ്. ഈ പോർഷൻ നോക്കാം. എനിക്കിത് എത്ര നോക്കിയിട്ട് എനിക്ക് റെഡി ആവുന്നില്ല ഗൈസ്. ഞാൻ കുറെ നേരമായിട്ട് ഇതിന്റെ പോലെ ടൈം പോയി. ഇതിൽ നിന്ന് എനിക്കിപ്പോൾ കിട്ടിയ ക്ലൂ എന്ന് പറഞ്ഞാൽ ഫ്രം ദ പ്ലാന്റ് പോട്ട് എന്നാണ്. അപ്പം ഞാനിത് ഈ പ്ലാന്റിന്റെ പോട്ട് ഒന്ന് തപ്പിയോക്കട്ടെ എന്താന്ന്. ഓ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഇനി എവിടത്തേതാണാവോ? എനിക്ക് തോന്നി ഇതിന്റെ കീ ആണ് ഇത് കേട്ടോ. ഓക്കെ, ഇതിന്റെ കീ തന്നെ. ഇതിൽ എന്തൊക്കെയോ ലെറ്റേഴ്സ് ഉണ്ട് ഗൈസ്. എന്താ
ഇതിലെന്തൊക്കെ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഇതെന്താ ഈ ലെറ്റേഴ്സ്? എനിക്ക് തോന്നുന്നു അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ നമ്മളെ ക്ലൂ കിട്ടുന്നത്. ഇത് വല്ലാത്തൊരു ടാസ്ക് ആയി പോയി ഗൈസ്. ഇതെന്തെന്ന് വെച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്യും? പെട്ട് 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 ഇത് വെച്ചിട്ട് ഞാൻ എന്ത് അറേഞ്ച് ചെയ്യാനാണ്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇതാണെന്ന്. ഇപ്പം നമുക്ക് കീ അല്ലേ കിട്ടിയത്, അപ്പോൾ നമുക്ക് കീന്ന് വെച്ച് നോക്കാം. കീ ഈസ് കിട്ടുന്നില്ല. ഇൻ കീ ഈസ് ഇൻ trash. Key is in the key is in trash guys. Key is in trash താ കിട്ടിയത്. അപ്പോൾ നമുക്ക് ട്രാഷിൽ പോയി തപ്പി നോക്കാം. ഈ ട്രാഷിലായിരിക്കും ഉണ്ടാവുക. കിട്ടി ഗൈസ്, കിട്ടി. ദാ വേറൊരു കീ കൂടെ കിട്ടി. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയത്തെ ഷെൽഫിന്റെ കീ ആയിരിക്കും അതെന്ന്. ആ ഓക്കെ. അയ്യോ, അടുത്ത ടാസ്ക്. മേക്ക് എ പിരമിഡ്, ഫിനിഷ് ആൻഡ് കോൾ മീ ഫോർ നെക്സ്റ്റ് ക്ലൂ. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു പിരമിഡ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ പിരമിഡ് നിലത്ത് ഉണ്ടാക്കുന്നില്ല ഗൈസ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ക്ലൂവിന് ഓടി നടക്കാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ ഈ പിരമിഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റാം. ഇപ്പം എത്ര ടൈം പോയി എന്ന് പോലും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. 28, 29, 30, 31, 32, 33, 34, 35, 36 എണ്ണം. നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം ഗൈസ്, ഇല്ലെങ്കിൽ ഇത് ഫുള്ള് പോയി പോകും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ തുടങ്ങേണ്ടി വരും. ഹലോ ഹലോ. ആ അടുത്ത ക്ലൂ. ആ പറഞ്ഞോ. ക്ലൂ അല്ല, ആദ്യ ടാസ്ക്. ആ ഓക്കെ. എഴുതിക്കോ, പെന്നും പേപ്പറും ഉണ്ടാവും. ആ ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട്. ആ പറ പറ പറ. രാജുവിന്റെ സഹോദരിയാണ് രാധ. എന്ത്? രാജുവിന്റെ സഹോദരിയാണ് രാധ. ഒന്നുകൂടെ പറ. രാജുവിന്റെ സഹോദരിയാണ് രാധ. രാജുവിന്റെ സഹോദരിയാണ് രാധ. സഹോദരിയാണ് രാധ. ആ. രാജുവിന്റെ പിതാവാണ് രാമു. രാജുവിന്റെ പിതാവാണ് രാമുവോ? രാമു. രാമുവിന്റെ അമ്മയാണ് രമണി. രാമുവിന്റെ അമ്മയാണ് രമണി. രമണി. ആ. എങ്കിൽ രമണിയുടെ ആരാണ് രാധ? അതും എഴുതണോ? അത് എനിക്ക് വേണം എഴുതിക്കോ. എങ്കിൽ രമണിയുടെ ആരാണ് രാധ? രമണിയുടെ ആരാണ് രാധ? ആൻസർ കിട്ടിയിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലൂ. രാജുവിന്റെ സഹോദരിയാണ് രാധ. രാജുവിന്റെ പിതാവാണ് രാമു. രാമുവിന്റെ അമ്മയാണ് രമണി. എങ്കിൽ രമണിയുടെ ആരാണ് രാധ? രാജുവിന്റെ സഹോദരിയാണ് രാധ. രാജുവിന്റെ സഹോദരിയാണ് രാധ. രാജുവിന്റെ പിതാവാണ് രാമു. രാമുവിന്റെ അമ്മയാണ് രമണി. എങ്കിൽ രമണിയുടെ ആരാണ് രാധ? രാജു, അതായത് രാമുവിന്റെ അമ്മയാണ് രമണി. രമണിയുടെ മോന്റെ മോള്. ഓക്കെ. ഹലോ. രമണിയുടെ മോന്റെ മോള്. രാധ. രമണിയുടെ മോനാണ് രാമു.
രാമുവിന്റെ മോളാണ് രാധ. ആ ബന്ധം മോന്റെ മോള് രമണിയുടെ പേരക്കുട്ടി കൊച്ചുമകൾ. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്തത് ബലൂണിന്റെ സെക്ഷനിലോട്ട് പോവാം. അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അത് വായിച്ച് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. അയ്യോ ഇനി ഗൈസ് നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കടക്കാം. ഞാൻ കൈ തട്ടിയിട്ട് ഈ പിരമിഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്, അത് കുഴപ്പമില്ല, നമ്മൾ ടാസ്ക് കഴിഞ്ഞല്ലോ. പോപ്പ് 3 ബലൂൺസ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ക്ലൂ, eat 3 lemons and then take 3 more chances. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ബലൂൺസ് പോപ്പ് ചെയ്യാം ഗൈസ്. ഇത് ഒരു ബലൂൺ താഴെ കിടക്കുന്നുണ്ടേ. ഓക്കെ, ഇതിലെന്തെങ്കിലും ടാസ്ക് ഉണ്ടോ നോക്കാം. ഇല്ല ഗൈസ്, ഇതിലൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് നിലത്തൊരു ബലൂൺ വീണടക്കണ്ട, ഇത് പൊട്ടിക്കാം. ഇതിൽ വല്ലതുണ്ടോ? ഇല്ല ഗൈസ്, ഇതിലൊന്നുമില്ല. ഓക്കെ, ഇനി ഇത് പൊട്ടിക്കാം. ഓക്കെ, ഇതിലും ഇല്ല ഗൈസ് ക്ലൂ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഇഫ് യു ഡോണ്ട് ഗെറ്റ് ക്ലൂ eat 3 lemons and then take 3 more chances എന്നാണ്. അപ്പോൾ 3 ലെമൺ ഇതാ ഇവിടെ ഉണ്ട്, ഇത് കഴിക്കാം. ലെമൺ കഴിക്കാം. അല്ലാത്തൊരു പെടലായി പോയി ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടത്. മൂന്ന് ലെമൺ കഴിച്ച കേസ്. ഇനി നമുക്ക് 3 ബലൂൺ കൂടെ പൊട്ടിക്കാം. ഇനി ഏതിലാണോ ക്ലൂ ഉള്ളത്, ഇത് പൊട്ടിക്കാം. ഇതിലുണ്ടാവും തോന്നുന്നു. ഇല്ല ഗൈസ്, ഇതിലും ഇല്ല. ഈ കുഞ്ഞു ബലൂൺ ഒന്ന് എടുത്തോക്കട്ടെ, ഇതിന് കാറ്റ് പോയതാന്ന് തോന്നുന്നു. ഇത് പോപ്പാവും തോന്നില്ല, ഞാൻ വലിച്ചു കയറുക. ഓക്കെ ഗൈസ്, ഇതിലാണ് ഗൈസ് ഒരു കീ ഉള്ളത്. ഒരു കീ ഉണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നു ഇത് അലമാരൻ്റെ കീ ആയിരിക്കും. അപ്പോൾ നമുക്ക് അലമാര തുറന്നു നോക്കാം. ഇനി ഇതല്ലാതെ വേറെ ഒന്നും ഇവിടെ തുറക്കാനില്ല. ഓക്കെ, തുറന്നോ. ഓക്കെ, ഓപ്പൺ മീ. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനുള്ള കീ എവിടെ? ഓക്കെ, പെട്ട്. വെച്ചിട്ടാണോ ഇത് തുറക്കാറില്ല ഗൈസ്? അത് വെച്ചിട്ടല്ല തുറക്കുക. അത് തുറക്കണമെങ്കിൽ ഇനി അതിൻ്റെ കീ വേണം. അത് എവിടെയാണാവോ? നമുക്ക് 2 ബലൂണും കൂടെ, ഒരു ബലൂണും കൂടെ പോപ്പ് ചെയ്യാനില്ലേ? നമുക്ക് ഒരു ബലൂണും കൂടെ പോപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലൊന്നുമില്ല. ഇല്ല, അതിൻ്റെ കീ ഇതിലൊന്നും ഇല്ല ഗൈസ്. എനിക്ക് തോന്നില്ല അതിലുണ്ടെന്ന്. ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോ? ഇല്ല. അടിയിൽ എവിടെയെങ്കിലും? അയ്യോ ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും? എവിടെയും കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഇല്ല ഗൈസ്, എവിടെയും കാണുന്നില്ല. ഇതിൻ്റെ ലാമ്പിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ? അടിയിൽ ഇല്ല. ഞാൻ നേരത്തെ തുറന്നു വെച്ച് ട്രാഷ് ചെയ്യുന്നു. ഇതിൻ്റെ എവിടെയാണ്? വെയിറ്റ് നോക്കുന്നവിടെ ഇല്ല. ഇല്ല ഗൈസ്, ഈ അലമാരെ തന്നെ എവിടെയെങ്കിലും വെച്ചതാണോ? ഇല്ല, ഇവിടെയൊന്നും കാണുന്നില്ല.
അലമാരൻ്റെ സൈഡിലും ഇല്ല. എവിടെയാണാവോ ഇത് കൊണ്ടുപോയി വെച്ചത്? എവിടെയും തപ്പിയിട്ട് കാണുന്നില്ല ഗൈസ്. ഞാൻ അലമാരൻ്റെ മുകളിൽ നോക്കി, ഇതിൻ്റെ താഴെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി. ഇനി ആ ഡസ്റ്റ്ബിൻ ഒന്നുകൂടെ നമുക്ക് തുറന്നു നോക്കാം, കാരണം ഇത് ഫുള്ള് ഞാൻ തട്ടിയിട്ടില്ല. ഇല്ല, ഇതിലും ഇല്ല. ഇനി ഈ ഒരു ഏരിയ അല്ലാതെ വേറെ എവിടെയും കാര്യമായിട്ട് തപ്പാനില്ല. ഇല്ല. ഇവിടെ എന്തോ ഒരു സാധനം പൊങ്ങിക്കിടക്കുന്നത് കണ്ട് നോക്കിയതാ. ഇവിടെ നിന്ന് കിട്ടി. അമ്മേ, ഇവിടെയൊക്കെ എങ്ങനെ കൊണ്ടുവച്ച കാണാൻ പറ്റുമ്പോഴേക്ക് ഞാൻ എത്ര നേരമായി എന്നറിയാം ഇത് തപ്പുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്ത് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടാസ്ക് ഉണ്ട്. ഇതെന്താ നോക്കാം. There is a fruit bowl on the table. Take it. Okay. ടേക്ക് ചെയ്തു. ഇനി ഇതിലെന്താണാവോ? ഓക്കെ, ഇതിലെന്തോ ഒരു സാധനമുണ്ട്. ഇതിലെന്തോ വലിയൊരു കത്താണ് ഗൈസ് ഇത്. You are not allowed to eat any fruit. If you have already eaten, you will have to take the punishment. If you haven't eaten, you can escape from the room by taking the green card from inside the mirror. ഈ മിററിൻ്റെ ഉള്ളിൽ ഗ്രീൻ കാർഡാ? ഗ്രീൻ കാർഡ്, ഇതിൻ്റെ ഉള്ളിലൊരു ഗ്രീൻ കാർഡ് ഉണ്ട് എന്നാ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഈ ഗ്രീൻ കാർഡ്? ഓക്കെ, ഞാൻ തപ്പി കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഇതാ ഈ ഒരു എഡ്ജസിൽ നമുക്ക് ഇങ്ങനെ തപ്പി നോക്കാം. ഇതിൻ്റെ ഇവിടെ താഴെ ഇങ്ങനെ വെച്ചോ. ജോനെ, ഇതിന്റെ ബാക്ക് ഭാഗത്തൊന്നും കാണുന്നില്ല. ഇത് നീക്കിയപ്പോ വീണെന്ന് തോന്നുന്നു. ഗ്രീൻ കാർഡ് കിട്ടി ഗൈസ്. ഫൈനലി എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടി. ഞാൻ ഈ റൂമിൽ നിന്ന് പോവാണ്. ബൈ. എന്താ ഈ റൂമിന്റെ ഉള്ളിൽ കാണിച്ചു വെച്ചത്? എനിക്ക് മനസ്സിലേക്ക് ഭ്രാന്തായി പോയി ഇതിനുള്ളിൽ പോയിട്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണോ അടുത്ത ടാസ്കിലേക്ക് പോകേണ്ടത്? 1 മണിക്കൂറും 4 മിനിറ്റും. 1 മണിക്കൂറും 4 മിനിറ്റും പോയി. അതായത് ശ്രീനേക്കാളും ഒരു 5 മിനിറ്റ് കൂടുതലെടുത്ത്. ഞാൻ വിചാരിച്ച 1/2 മണിക്കൂർ കൊണ്ട് പോയി വരണം എന്നൊക്കെ. 1/2 മണിക്കൂർ പോയിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. കാണുമ്പോ സിമ്പിൾ ആണ്, പക്ഷെ ചെയ്യുമ്പോ ഭയങ്കര ടൈം കൺസ്യൂമിംഗ്. അയ്യോ, കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറയാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്തത് 5ആണ്. ഷാമി 1 മണിക്കൂറും 4 മിനിറ്റ് എടുത്തു. ഞാൻ പറയുന്നത് കേൾക്കും. പോയിട്ട് എപ്പോ തിരിച്ചു വരാൻ പറ്റും യാതൊരു. ആ സമയം എത്രയായിട്ട്? ഇപ്പൊ 10:10 രാത്രി. സമയം 10:10 കൃത്യസമയമാണ് ഗൈസ്. അപ്പൊ 5 എടുത്തത് നമ്മുടെ ഈ റൂമിന്റെ ഉള്ളിലേക്ക് കയറാൻ പോണേ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാക്കും ഒരുമിച്ചിരിക്കാം. ഇനി നമുക്ക് നമുക്ക് റൂം സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുറക്കട്ടെ. പോട്ടെ. വാതിലടക്കേ. റിലീസ് മീയോ? എന്താ ഗൈസ്, ഒരു ടെഡി ഫ്രൂട്ട്സ് എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ ഫ്രൂട്ട്സ്? ഇതെന്താ പസില്? ഇതെന്താ? ഫൈൻഡ് 3 ഹിഡൻ books and get my number to release me. Find 3 hidden books and get my number to release me. Oh, number. എന്റെ ദൈവമേ, അതിപ്പോ എവിടെ കിട്ടുക? ഇവിടെ
ഇതൊക്കെ എന്താ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ എവിടുന്ന് തുടങ്ങണം എന്നാ പറയുന്നത്? ഈ സീരി പറഞ്ഞത് ഫൈൻഡ് 3 ഹിഡൻ ബുക്സ് ആൻഡ് ഗെറ്റ് മൈ നമ്പർ ടു റിലീസ്. അതായത് ഈ നമ്പർ റിലീസ് ചെയ്യണം. അപ്പൊ ഇവിടെ എവിടെയോ ബുക്ക് ഉണ്ട്. ആ ബുക്കാണ് അപ്പൊ നമ്മൾ തപ്പേണ്ടത്. അലമാര പൂട്ടിക്കിടക്കാം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവൂല. ഇതെന്താ? ഇതെന്താ? അത് ഈ ബുക്കല്ലല്ലോ. ഇത് ബുക്കല്ലല്ലോ. കയ്യിലൊന്നല്ല ഗൈസ്. ഇതല്ല തലാണ്. ബുക്ക് എവിടെയാ? ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. അയ്യോ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ബുക്ക് പിന്നെ എവിടെയോ കൊണ്ട് അതാ കിട്ടി 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 കിട്ടി. ഒരു ബുക്ക് കിട്ടി, ഒരു ബുക്ക് കിട്ടി, ഒരു ബുക്ക് കിട്ടി. ഈ ബുക്കിൽ നമ്പർ ഉണ്ടോ നോക്കാം. ഇതിൻ്റെ മുകളിൽ നമ്പർ ഒന്നും കാണുന്നില്ല. നോക്കട്ടെ. എന്തോ ഒരു ബുക്കാ ഗൈസ്. ഇപ്പുറത്ത് തന്നെ ഉണ്ടോ നോക്കാം. എവിടാണ് ബുക്ക് വെച്ചത്? ഈ ബെഡിന് അതാണോ ഒരു സാധ്യത? 3 ബുക്ക് എന്ന് പറഞ്ഞില്ലേ? ഫൈൻഡ് 3 ഹിഡൻ ബുക്സ് ആൻഡ് ഗെറ്റ് മൈ നമ്പർ ടു റിലീസ് മീ. 3 ബുക്ക് കിട്ടണ്ടേ അപ്പോ? ഒരു ബുക്ക് കിട്ടി. ഇതൊരു ബുക്ക്, ഇതൊരു ബുക്ക്. കാണുന്നില്ലല്ലോ. ഒരു ബുക്കും കൂടി ഉണ്ട്. കട്ടിന്റെ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. എനിക്ക് 2 ബുക്കേ കിട്ടിയുള്ളൂ. 3 ബുക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. 2 ബുക്ക് മാത്രമേ കിട്ടിയത്. ഒരു ബുക്ക് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. കിട്ടി 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 ബുക്ക് കിട്ടി, ബുക്ക് കിട്ടി. 1 2 3 ബുക്ക്, 3 ബുക്ക് കിട്ടി, 3 ബുക്ക്. അയ്യോ, ഇതിലെന്താ ഉള്ളത് നോക്കേ. Find 3 hidden books. Okay, I get it. And get my number to release me. അപ്പൊ ഇതിന് നമ്പർ ഉണ്ടാവും. ഇവിടെ 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാവാനാട്ടോ ഒന്ന് സാധ്യത. 7 3 ഇതുണ്ടോ? 3 എന്ന് പറഞ്ഞിട്ട് വട്ടത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 7 3 കിട്ടി. 0 1 0. ഓക്കെ, അപ്പൊ 7 3 0 കിട്ടി. മൈ നമ്പർ ടു റിലീസ് അല്ലേ? ഫൈൻഡ് 3 ഹിഡൻ ബുക്സ്. ഇനിയുണ്ട് നമ്പർ. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 ഗൈസ്. അപ്പൊ ഇതിൽ 4 നമ്പേഴ്സ് ഉണ്ടാവും. 0 0 കിട്ടി 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 കിട്ടി. അപ്പൊ 2 0 ആട്ടോ. 2 0യും ഒരു 7ഉം ഒരു 3 ആ കിട്ടിയത്. അപ്പൊ 0 3 7 0 ആണ് ട്രൈ ചെയ്തത്. ഇനി 0 7 3 0 ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് 0 7 3 0 ട്രൈ ചെയ്ത്. ഇനി എന്താ ട്രൈ ചെയ്യാറ്? 7 0 3 0 ട്രൈ ചെയ്തോ കേട്ടോ. 7 0 3 0. എനിക്കറിയില്ല. 7 0 0 3 5. ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് 0 7 0 7 0 കിട്ടി 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 കിട്ടി. ഹലോ ഗൈസ്, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്തൊക്കെ ചെയ്യണം? പ്ലീസ് റിലീസ് മീ. ഗൈസ്, ഇതിലൊരു പേപ്പർ ഉണ്ട്. ഒരു പേപ്പർ. സോൾവ് ദ പസിൽ. ഈ പസിൽ സോൾവ് ചെയ്യാനാ തന്നത്. ഇതാണ് കേട്ടോ പിക്ചർ. ഇത് എവിടെ നിന്ന് തുടങ്ങും? ആദ്യം നമുക്ക് ഈ എൻഡുകൾ പോലത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം കേട്ടോ. ഇത് ഈ ഭാഗമല്ലേ? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഹിന്റ് ഉണ്ട് ഗൈസ്. ഇതുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ
എന്തൊക്കെ റൈറ്റിങ്സ് ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ പീസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടും. ഇതിനൊന്നും റൈറ്റിങ്സ് ഇല്ല ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ടോ, ടേക്ക് ദ കീ ഫ്രം ദ പ്ലാൻ പോട്ട്. അതായത് ഇത് ടേക്ക് ദ കീ ഫ്രം ദ കീയോടെ പ്ലാന്റ് തന്നെയുള്ളൂ. കിട്ടി എന്താ അയ്യോ എന്താ സംഭവം? കുറേ സ്പെല്ലിംഗ് ഉണ്ട്. ഇതെന്തേ വേർഡ് ആക്കാനായിരിക്കും. എ ഉണ്ട്, വൈ ഉണ്ട്, ആർ ഉണ്ട്, ഐ ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്, കെ ഉണ്ട്, പിന്നെ ഐ ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്, എച്ച് ഉണ്ട്, എസ് ഉണ്ട്. ഇതെന്താണ് എല്ലാ അക്ഷരങ്ങളും കൂടി ഉള്ളത്? എന്തായിരിക്കും? എനിക്കിത് ഏതാ വേർഡ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. സ്പെല്ലിങ് SAHYRESNTIKI. 2 S 2 I AHRNTKEY വെച്ചിട്ട് കീ ഇങ്ങനെ കീ കിട്ടിയില്ലേ? എനിക്കറിയില്ല ഇതെന്താണ്. അയ്യോ ട്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേസ്റ്റ് ഇടുന്ന സാധനല്ലേ? അപ്പൊ കീ ഈസ് ഇൻ ട്രാഷ്. വേസ്റ്റ് ഇടുന്നതിലൊന്ന് പോയി നോക്കാം. വേസ്റ്റ് ഇടുന്ന പോയി നോക്കാം ഗൈസ്. കമോൺ, വേസ്റ്റ് ഇടുന്നതാണ്. കൊണ്ടിടും. ഈ കീ വെച്ചിട്ട് ഇത് തുറന്ന് ഇത് പിന്നെ ഇതും ഉള്ളത്. ഇത് തുറന്ന് നോക്കാം. ഇതല്ല കഴിച്ചത്. അപ്പൊ ഇതന്നെ ഇത് അയ്യോ ഇതും അല്ലേ? കിട്ടി തുറന്ന്. അമ്മേ എന്റെ ദൈവമേ, ഇതെന്താ? എന്തോ പേപ്പർ ഉണ്ട്. Make a pyramid, finish and call me for next clue. Okay. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പിരമിഡ് ആദ്യം ഉണ്ടാക്കാം ഗൈസ്. ഞാനിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഫോൺ ഉണ്ട്, ഇതെടുത്ത് നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ബുക്കും പേപ്പറോ? ഉണ്ട്, പേപ്പർ പെന്നുണ്ട്. രാജുവിന്റെ സഹോദരിയാണ് രാധ. രാജുവിന്റെ സഹോദരിയാണ് രാധ. സഹോദരിയാണ് രാധ. രാജുവിന്റെ പിതാവാണ് രാമു. കണക്കാണ്, ഞാൻ കൊല്ലു. രാജുവിന്റെ പിതാവാണ് രാമു. പിതാവാണ് രാമു. രാമുവിന്റെ അമ്മയാണ് രമണി. രാമുവിന്റെ അമ്മ രമണി. ഓക്കെ, എങ്കിൽ രമണിയോട് ആരാണ് രാധ? മോള്. തെറ്റാണ്. തെറ്റോ? ഒരു മിനിറ്റ്. അപ്പൊ രമണീന്റെ ആരാണ് രാധ എന്നല്ലേ? ആരാണ് രാധ? രാജുവിന്റെ സഹോദരി. ഉത്തരം കണ്ടുപിടിച്ചിട്ട് വിളിച്ചാൽ മതി. ശരി, അപ്പൊ ഞാൻ അടുത്ത ക്ലൂ തരും. ഓക്കെ. രാജുവിന്റെ സഹോദരിയാണ് രാധ. ഓക്കെ, രാജുവിന്റെ സഹോദരി. രാജുവിന്റെ
സഹോദരി രാധ. ഓക്കെ, രാധ. രാജുവിന്റെ പിതാവ് രാമു. ഓക്കെ, രാജുവിന്റെ പിതാവ്, അതായത് രാജുവിന്റെ പിതാവ് രാമു എന്ന് പറയുമ്പോൾ സമയത്ത് രാധയും രാജുവിന്റെ അച്ഛൻ തന്നെ. അതെ, രാജുവിന്റെ മക്കളാണ് രാധയും രാജു. രാമുവിന്റെ മക്കളാണ് രാധയും രാജു. രാമുവിന്റെ അമ്മയാണ് രമണി. ഓക്കെ, രാമുവിന്റെ അമ്മ എന്ന് പറയുന്ന സമയത്ത് രമണീന്റെ ആരാണ് രാധ എന്ന് പറയുമ്പോ അച്ഛമ്മല്ലേ? അച്ഛന്റെ അമ്മ. ഹലോ, അച്ഛന്റെ അമ്മയല്ലേ? അച്ഛന്റെ അമ്മ എന്ന് പറഞ്ഞാ അച്ഛമ്മ. രമണിയുടെ ആരാണ് രാധാന്ന്? രമണി എന്ന് പറയുന്നത് അമ്മ. രാധ ആരാന്ന്? കൊച്ചുമോള്. ഓക്കെ, താങ്ക് യു. അടുത്ത പറ. ആ പേപ്പറിലാണോ ഇൻസ്ട്രക്ഷൻസ്? ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ ഗയ്സ്, അത് റെഡി. ഈ ബലൂണിന്റെ സെക്ഷനെ പറ്റിയിട്ടാണ് സല്ല് പറഞ്ഞത്. ഈ ബലൂണിന്റെ സെക്ഷനിൽ ഇതും പോപ്പ് 3 ബലൂൺ. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദ ക്ലൂ ഈറ്റ് 3 lemons ആൻഡ് ദെൻ ടേക്ക് മോർ ചാൻസസ്. അടിപൊളി. ഞാൻ അത് ചൂസ് ചെയ്ത് ഗയ്സ് ആദ്യം. അത് പൊട്ടുന്നില്ല. ഒരു പേപ്പർ. ഈ പേപ്പറിലൊന്നുമില്ല. അടുത്തത്. ഇതാണ് ക്ലൂ. ഇത് അലമാറയിലേക്കും കാര്യം. ഇത് മൊത്തം ഞാൻ മറ്റേ ലോക്ക് കൊണ്ട് തുറന്നു നോക്കിയതല്ലേ. തുറന്നു നോക്കാം. ഓപ്പൺ മീ. അതെങ്ങനെ ഓപ്പൺ ചെയ്യും? ഈ താക്കോലല്ലേ ഇരിക്കണ്ടേ? ഈശ്വര, അത് ഈ താക്കോലല്ല. അപ്പൊ ഈ താക്കോൽ ഏതാ? ഇത് ലോക്കാണ് ഗയ്സ്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒന്നുമില്ല. ഓപ്പൺ മീ എന്ന് പറഞ്ഞ എങ്ങനെ ഓപ്പൺ ചെയ്യാ? അപ്പൊ ഇതിന്റെ താക്കോല് കിട്ടണമെങ്കിൽ ഇവിടെ ഞാൻ തപ്പേണ്ടി വരും. ഇവിടെ ലൈറ്റും ഇല്ല. സല്ലുവിന്റെ ബാറ്റിന് എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചാ ഗ്രീൻ കാർഡായിരിക്കുന്നു. ഇതെന്താ? There is a fruit bowl on the table. Take it. Okay. അത് ഞാൻ കണ്ടതാ. അത് ഞാൻ വന്നപ്പോഴേ കണ്ടതാ. ഓക്കെ, ഇതിലെന്താ? ഫ്രൂട്ട് ബോൾ. ഇതിലെതാ ഗയ്സ് എന്തോ ഒരു പേപ്പർ ഉണ്ട്. ഇത് തുറന്നു നോക്കട്ടെ. ഇതെന്താ വലിയ കഥ പോലെ തൊഴിൽ വെച്ചിട്ടുണ്ട്. You are not allowed to eat any fruits. If you have already eaten, you will have to take the punishment. If you haven't eaten, you can escape from the room by taking the green card from inside the mirror. ഞാൻ ഈ ഒരു ഫ്രൂട്ട്സ് കഴിച്ചില്ല ഗയ്സ്. ഫ്രൂട്ട്സ് കഴിക്കാനുള്ള സമയം കിട്ടണ്ടേ മനുഷ്യന്? എവിടെ ഗ്രീൻ കാർഡ്? ഗ്രീൻ കാർഡോ? മിററിന്റെ ഉള്ളിൽ ഗ്രീൻ കാർഡോ? നോക്കട്ടെ. കിട്ടി.
1 മണിക്കൂർ 8 സെക്കൻഡും വെറും 9 സെക്കൻഡിന് വ്യത്യാസത്തില്. ദൈവമേ, ഇതെന്ത് task ആയിരുന്നു കൊണ്ടുവന്നത്? ഭ്രാന്തായി പോയി മനുഷ്യന്. ഞാൻ പറഞ്ഞൊരു കാര്യമില്ലേ, ഇതിന്റെ സംഭവം എന്താ ഉദ്ദേശിക്കുന്ന തലയിൽ കത്തുന്നില്ല. അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിയൊക്കെ ഇല്ലാത്ത പോലത്തെ ഒരു ഫീലില്ലേ? ഞാൻ എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ടുണ്ടെന്ന് നമ്മള് പുറത്തുനിന്ന് ഒരാൾക്ക് കാണുന്ന സമയത്ത് വിചാരിക്കും ഇത് ഇങ്ങനെ ചെയ്താൽ പോരാ, അങ്ങനെ പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി അല്ല. വേറൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അത് കൊച്ചുമോളാണ്, പേരക്കുട്ടിയാണ് എന്ന് പറയാനുള്ള ആ വേർഡ് എനിക്ക് അപ്പൊ തലയിൽ വരുന്നില്ല. അമ്മൂമ്മന്ന്. അതായത് ആ രമണി ആരാന്ന് ഞാൻ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് കൊച്ചുമോളെന്ന് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. അതേപോലെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അറിയോ, മോളോ കിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മോളോ. പിന്നെ ഫോണ് കട്ട് ചെയ്തിട്ട് പിന്നെ എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊച്ചുമോളല്ലേ ജയിച്ചത്. വെറും 8 സെക്കൻഡിന് വ്യത്യാസത്തില്. എന്റെ തലയിൽ എന്താണോ ഇരിക്കുന്നത്? ഭയങ്കര സാധനം. ഇത് ഭയങ്കര പ്ലാനിങ് ആട്ടോ, ഇത്രയും പ്ലാനിങ് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ കേറിയിട്ട് ഞങ്ങളെ തല ചെറുതായിട്ട് ഇങ്ങനെ തിരിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ ചാലഞ്ച് ബിൽഡ് ചെയ്തിട്ട് എന്റെ തലേനെ തിരിഞ്ഞു. അതാ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു. അങ്ങനെ ആക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതില് സത്യം പറഞ്ഞാല് ഇതില് തല യൂസ് ചെയ്യാനുള്ളതുണ്ട്, ഭാഗ്യപരീക്ഷണങ്ങളുണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ തപ്പി കണ്ടുപിടിക്കാനുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഓപ്പൺ മീൻ ഞാൻ ഈ താക്കോലിട്ട് പിന്നെ കിട്ടില്ല. ഞാൻ അവസാനം വേറെ എവിടെ ഉണ്ടാവും എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ പിന്നെ പോയി ഞാൻ അവിടെ തപ്പിപ്പോഴേ എനിക്ക് ആ ബാറ്റ് കണ്ടപ്പോ ഈയും ബാറ്റും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ബാറ്റിന്റെ ഉള്ളിൽ തിരികെ അല്ല, എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കണ്ട് അപ്പോഴാണ് ഞങ്ങള് മൂന്നാൾ ഇപ്പോഴാണ് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അതാ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ തിന്നെ എവിടെ നേരം ഫ്രൂട്ട്സ് തിന്നുണ്ടെങ്കിൽ അല്ല ചിലപ്പോ ആരെങ്കിലും തിന്നുപോയി. ഞാൻ അത് നിങ്ങള് ഈ സ്ട്രെസ്ഡ് ആയിട്ട് ഇതായതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് തിന്നു പോകും. ഞാനില്ലേ എന്താ രണ്ടാമത്തെ ബലൂൺ എടുത്തപ്പോഴത്തേക്ക് അതിലുണ്ട് മുക്കി. അതുകൊണ്ട് ഞാൻ അത് 3 പൊട്ടിച്ച് ചെറുനാരങ്ങ 3 തിന്നിട്ട് വീണ്ടും പോയത്. എനിക്ക് 1 2 3 മൂന്നാമത്തെ അത് ഷാമിക്ക് ചെറുനാരങ്ങ തിന്നേണ്ടി വന്ന്. പിന്നെ പിരമിഡും കുറെ തവണ പൊട്ടി വീണല്ലേ. പിരമിഡ് ഞാൻ എനിക്ക് ആദ്യം കണക്കൊന്നും കിട്ടിയില്ല. പിന്നെ വെച്ച് നോക്കിയപ്പോ മേലെ ഇങ്ങനെ കുറവുള്ളപ്പോ അപ്പുറത്ത് നിന്നിട്ട് അഡ്ജസ്റ്റ്. അതെ, ഞാൻ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചത്. പക്ഷെ അടി വെച്ച കറക്റ്റ് എന്തോ ഭാഗ്യം കൊണ്ട് അത് കറക്റ്റ് ആയി കിട്ടി. എനിക്കത് വീണതും ഇല്ല. 3 പേരും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇത്തവണ വിന്നർക്ക് എന്തായാലും പ്രൈസ് മണി കൊടുത്തേ പറ്റൂ. അത്രയും കഷ്ടപ്പെട്ട് നേടിയതാണിത്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് എത്ര ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയിട്ട് കിട്ടിയതാണെന്നറിയോ? ഇനി കഴിക്കാലോ. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫ്രൂട്ട്സ് നോക്കാൻ പോലുള്ള സമയം കിട്ടില്ല. അല്ല, എനിക്ക് തുടക്കത്തിൽ ഒന്ന് കഴിച്ചു നോക്കിയാലെന്ന് വെച്ചാൽ പണിഷ്മെന്റ് എടുക്കായിരുന്നു എന്തോ ടാസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ തൊട്ടില്ല. ഓക്കെ, അപ്പോ വിന്നർക്കുള്ള ക്യാഷ് പ്രൈസ് കൊടുത്താലോ? ഏതായാലും ഞാൻ തോറ്റ്. ഫ്രൂട്ട്സ് എങ്കിലും തിന്നട്ടെ. വിന്നർക്കുള്ള ക്യാഷ് പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ ബാങ്ക് സെർവർ ബിസി ആണല്ലോ. ജയിച്ചതിനുള്ള ചെലവ് ഞങ്ങൾക്ക് തരുന്നതായിരിക്കും. പൈസ എത്രയാണോ എന്നിട്ട് അതിനനുസരിച്ചുള്ള ഞങ്ങളും കഷ്ടപ്പെട്ടല്ലേ രീതിയിലൊരു അത്ര ആവശ്യമുള്ളൂ. എന്താ വരാത്ത വരും. ക്യാഷ് പ്രൈസ് പറയൂ. ക്യാഷ് പ്രൈസ് 10,000 rupees ആണ്. അല്ല, ഇതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് നേടിയതാണ്. അതെ, അത് തരുന്നതിൽ എനിക്ക് വിഷമമില്ല. പൈസയും പോകും. അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. പക്ഷേ അടിപൊളി വീഡിയോ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വരും. അത് This is Srilakshmi. This is Shamya. This is Sanjita. Signing off.